ശരിക്കും പറഞ്ഞാലേ ഇപ്പൊ ബിഗ് ബോസ് ഹൗസിനകത്ത് യഥാർത്ഥ മത്സരാർത്ഥികൾ, അതായത് ഇനിയും നമ്മൾ വോട്ട് കൊടുത്ത് ജയിപ്പിക്കേണ്ട മത്സരാർത്ഥികൾ ഏതാണെന്ന് എനിക്കിവിടെ മനസ്സിലാവുന്നില്ല. ഈ ജിഷിനും മസ്താനി വന്നിട്ടുണ്ട്. മസ്താനി നിങ്ങൾ കണ്ടായിരുന്നോ? ജിഷിന്റെ അടുത്ത് ഇരിപ്പുണ്ട്. ജിഷിനൊക്കെ വീണ്ടും മത്സരിക്കുകയാണോ? ഷാരികയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പെർഫോമർ ഓഫ് ദിസ് വീക്ക് അല്ലെങ്കിൽ ദിസ് ഡേ എന്നൊക്കെ പറയാം. പിന്നെ ആരായിരുന്നു? പിന്നെ നമ്മുടെ സരിക സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട്. നല്ല മത്സരാർത്ഥിയുണ്ട്. സരിക ഇതുവരെ നന്നായിട്ട് കളിച്ചില്ലെങ്കിലും ഇപ്പൊ നന്നായിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ മുൻഷിയാണെങ്കിൽ എന്റെ പൊന്നെ, ഞാൻ ഇതുവരെ താന്നൊരിടത്ത് ഇരുന്നിട്ടില്ല. അപ്പം എന്താണ് ഇപ്പൊ പ്രൊമോയിൽ സംഭവിച്ചെന്നുള്ളത് നമുക്ക് നോക്കാം. സീരിയൽ ഗ്രാൻഡ്മ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ശരിക്കും പറഞ്ഞാൽ ഇന്ന് രാവിലെ തൊട്ടേ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കിയത് അനുമോളാണ്. അതാരും പറഞ്ഞിട്ടൊന്നും അല്ല, അനുമോൾ തന്നെ ചെയ്തതാണ്. അത് അനുമോളുടെ ഇഷ്ടം, അല്ലെങ്കിൽ അനുമോൾക്ക് ആ ഒരു സ്ക്രീൻ സ്പേസ് വേണം എന്ന് തന്നെ കരുതിക്കോ. പക്ഷെ ഒരു വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്ക് പുള്ളിക്കാരി കുഴഞ്ഞു. അപ്പം എനിക്ക് വയ്യ, നല്ല പോലെ ദേഹം വേദനയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് പറയുന്ന സമയത്ത് അനുമോൾ തന്നെ പറയുന്നുണ്ട്, ബാക്കി അവൻ നെവിൻ രാത്രി ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ ഉള്ളതിൽ അനുമോൾക്കും നെവിനും മാത്രമേ ഫുഡ് കുക്ക് ചെയ്യാൻ അറിയത്തുള്ളൂ. അപ്പൊ അവർ രണ്ടുപേരും ആണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ധാരണ അവർക്കും ഉണ്ട്. അപ്പൊ ബാക്കി നെവിൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ജിഷിൻ ഒരു പ്യോർ വെജിറ്റേറിയൻ ആണ്. അത് മാത്രമല്ല, ഒരു നോൺ വെജ് കഴിക്കുന്ന ഒരാള് അവിടെ ഒരു നോൺ വെജ് കഴിക്കുന്ന ഒരാള് അവിടെ ഒരു വെജ് ഐറ്റം കുക്ക് ചെയ്താൽ പോലും അത് കഴിക്കാൻ താല്പര്യമില്ലാത്ത പോലെയാണ് ജിഷിൻ അവിടെ പെരുമാറാറുള്ളത്. അതിന്റെ പേരിൽ ഇവിടെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതായത് നോൺ വെജ് വെച്ച പാത്രത്തിനകത്ത് ഇനി വെജിറ്റേറിയൻ റെസിപ്പിയൊക്കെ വെച്ചതിന്റെ പേരിൽ വരെ അടി നടന്നിട്ടുണ്ട്. ഇപ്പൊ പക്ഷേ അതല്ല പ്രശ്നം. ജിഷിൻ കയറി അടുക്കളയിൽ എന്തൊക്കെയോ കാര്യമായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. ഇത് ആക്ച്വലി ഈവനിങ്ങിന് സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഈ പറയുന്ന ജിഷിൻ കയറി അക്ബർ ചോദിക്കാൻ ചെന്നു ഫണ്ണായിട്ട്. എന്നിട്ട് അക്ബറിനും കൂടെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഫണ്ണായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു ജിഷിനും അക്ബറും ഒക്കെ പെരുമാറിയത്. പക്ഷേ അവിടെ എന്തോ നെവിൻ അവിടെ കിച്ചണിൽ കയറാൻ പാകത്തിന് സമ്മതിച്ചില്ല എന്നാണ് തോന്നുന്നത്. കാരണമുണ്ട്, ഞാൻ അങ്ങനെ തന്നെ പറയാൻ കാരണം നെവിൻ അങ്ങനെ നിസ്സാര കാര്യത്തിന് കരയുന്ന ആളല്ല, നിസ്സാര കാര്യത്തിന് പരാതി പറയുന്ന ആളല്ല. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നെവിൻ ഇടിച്ചു കയറി ചെന്ന് നെവിന്റെ കാര്യം സാധിക്കുന്ന ഒരു ക്യാരക്ടറാണ്. വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് ആരെങ്കിലും മുഖത്ത് നോക്കി എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞാൽ പോലും ചിരിച്ചുകൊണ്ട് തമാശയാക്കി അതിനെയൊക്കെ അങ്ങ് മാറ്റി വെച്ച് നെവിന്റെ ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇവിടെ എന്തോ കാര്യമായിട്ട് നെവിനെ അവിടെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്രയും. ഈ പറയുന്ന 95 ദിവസവും വലിയ വലിയ പ്രശ്നങ്ങളുടെ ഇടയിൽ നെവിൻ ഉണ്ടായിട്ട് പോലും നെവിൻ ഇന്നുവരെ കരഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇമോഷണലി ഭയങ്കരമായിട്ടും വീക്കായിട്ടോ ഇല്ല. അങ്ങനെയുള്ള നെവിനെ എന്തിനായിരിക്കാം കരയിപ്പിച്ചത് എന്നുള്ളത് അറിയില്ല. ഏതായാലും കിച്ചണിൽ കയറ്റിയില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇനി ജിഷിന്റെ തൊട്ടടുത്തായിട്ട് മസ്താനി ഒന്നും മിണ്ടാതെ നിന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ മസ്താനി എത്തിയല്ലേ? മസ്താനി എത്തിയായിരുന്നോ? ലൈവിൽ ഞാൻ കണ്ടിട്ടില്ല. ഇനി വരാൻ പോകുന്നതാണോന്നും എനിക്കറിയത്തില്ല. ഏതായാലും ഇന്ന് നൈറ്റ് ഫുഡ് ഉണ്ടാക്കുന്നത് ജിഷിനും മസ്താനിയും ഒക്കെ കൂടിയാണ്. നെവിൻ അവിടെ കരയുന്നുണ്ട്. അപ്പോൾ അക്ബർ നല്ല രീതിയിൽ എതിർത്ത് സംസാരിക്കുന്നുണ്ട്. അതായത് അക്ബർ പറയുന്നുണ്ട്, എടാ ജിഷിനെ, ഇവിടെ അവൻ നന്നായിട്ട് കുക്ക് ചെയ്ത് തന്നിട്ടുണ്ട്, എല്ലാവരും കഴിച്ചിട്ടുമുണ്ട് എന്ന് പറയുന്നുണ്ട്. നെവിൻ കുക്ക് ചെയ്യുന്നതിനോട് ജിഷിന് എന്തെങ്കിലും വൃത്തികേടായിട്ട് ഫീൽ ഉണ്ടോ? എനിക്കറിയത്തില്ല. ഏതായാലും നെവിനെ അങ്ങനെ അകറ്റി നിർത്താൻ നമ്മൾ സമ്മതിക്കരുത്. കാരണം നമ്മുടെ ഇപ്പോഴത്തെ മത്സരാർത്ഥികളിൽ നെവിൻ നമ്മുടെ ഇപ്പോഴത്തെ മത്സരാർത്ഥിയാണ്, ബിഗ് ബോസിലെ മത്സരാർത്ഥിയാണ്, അല്ലാതെ ഗസ്റ്റ് അല്ല. സോ നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം എന്താണ് ഈ വന്നു കയറിയ മത്സരാർത്ഥികളുടെ ഇടയിൽ നടക്കുന്ന മത്സരങ്ങളും ഇനി കപ്പ് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള വരവാണോ എന്നും അറിയില്ല. മിക്കവാറും ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ബിഗ് ബോസ് പറയും, നമുക്ക് ഒന്നുകൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ? ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഏകദേശം പാകപ്പെട്ടില്ലേ, എന്നാൽ നമുക്ക് ഇനി ഒന്നുകൂടെ ബിഗ് ബോസ് 1ാമത്തെ ദിവസം തൊട്ടൊന്ന് തുടങ്ങാം എന്ന് നമുക്ക് പറയേണ്ടി വരും, ബിഗ് ബോസിന് പറയേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ആ പ്രൊമോയിൽ നടന്ന ആ വമ്പൻ അടി അല്ലെങ്കിൽ വമ്പൻ പ്രശ്നം എന്താണെന്ന് നമുക്കറിയാം. കാത്തിരിക്കാം. നിങ്ങൾ സീരിയൽ ഗ്രാൻഡ്മ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ പോയി വരാം. ബൈ.